ശക്തമായ മിസൈലുകൾ ഉപയോഗിച്ച് ഫലസ്തീന്റെ പള്ളികളും പള്ളിക്കൂടങ്ങളും അവിടുത്തെ ഹോസ്പിറ്റലുകളും വീടുകളും തകർത്ത് ചാമ്പലാക്കിയിട്ടും 9 വയസ്സും 7 വയസ്സുമുള്ള കുട്ടികളെ കവണയിൽ കല്ല് വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പട്ടാളക്കാരനോട് പൊരുതി നിന്നിട്ട് വെടിയുണ്ട ഏറ്റുവാങ്ങി ഷഹീദാവുന്നത്, മക്കളെ ഷഹീദാകാൻ ഫലസ്തീനിലെ ഉമ്മമാര് മക്കളെ ഷഹീദാകാൻ ഒരുക്കി അയച്ചു കൊടുക്കുന്നത്, കല്യാണത്തിന്റെ തലേ ദിവസം ഭാര്യമാരാകേണ്ട പിറ്റെന്ന് പുതുമണവാട്ടിയാകേണ്ട പെൺകുട്ടികള് ഭർത്താവിനോട് ഫോണിൽ വിളിച്ച് സലാം പറഞ്ഞിട്ട് ഇസ്രായേൽ പട്ടാളക്കാരന്റെ മുമ്പിൽ പോയി പൊട്ടിത്തെറിച്ച് മരിക്കാൻ തയ്യാറാകുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളി വിമോചന പോരാളിയുടെ ശരീരത്തു നിന്ന് വരുന്ന രക്തത്തുള്ളികളാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. ആർക്കും കാര്യത്തിൽ സംശയം വേണം. നിരപരാധികളെ കൊല്ലുന്നത് തെറ്റാ. കോയമ്പത്തൂർ ബോംബ് വെച്ചത് തെറ്റാ. ബാംഗ്ലൂർ ബോംബ് വെച്ചത് തെറ്റാ. അഹമ്മദാബാദിൽ ബോംബ് വെച്ചത് മുസ്ലിങ്ങളാണെങ്കിൽ അത് തെറ്റാ. ഡൽഹിയിൽ ബോംബ് വെച്ചത് മുസ്ലിങ്ങളാണെങ്കിൽ അത് തെറ്റാ. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ യാത്രയിനിടയിൽ വിശ്രമിക്കാൻ ഇരുന്നിടത്ത് നടന്നു പോകുമ്പോൾ തീയാളി കത്തുന്നു. ഒരു സഹാബി തണുപ്പ് മാറാൻ കത്തിച്ച തീയെ നോക്കുമ്പോൾ അടുത്തൊരു ഉറുമ്പിൻ കൂട്ടം. അല്പം കൂടി കഴിഞ്ഞാൽ ആ തീജ്വാല ഇങ്ങോട്ട് വന്ന് ഈ ഉറുമ്പിൻ കൂട്ടത്തെ പിടിക്കും. അള്ളാഹുവിന്റെ റസൂൽ ഒച്ചയിട്ടു, ആരായി തീ കത്തിച്ചത്? ഞാനാണ്. ഓടി വന്നണക്കേ. എന്താണെന്ന് പോലും ചോദിക്കാതെ വന്ന് വെള്ളം കോരി ഒഴിച്ച് അണച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ ഹബീബേ? അൽഹംദുലില്ലാഹ്, ഇപ്പൊ ആ തീ ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞെങ്കിൽ ഈ എറുമ്പിൻ കൂട്ടത്തെ കരിച്ചു കളയുമായിരുന്നു. തീ കൊണ്ട് ഒരു ജീവിയെയും കരിക്കാൻ പാടില്ല. ഈ ചെറിയ എറുമ്പിൻ കൂട്ടത്തെ കൊല്ലാൻ പാടില്ല. തീ കൊണ്ട് കരിക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞെങ്കിൽ ഞാൻ പറയുകയാ, നിരപരാധികളെ ബോംബ് വെച്ചു കൊല്ലാൻ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ ചെറുപ്പക്കാരോ ശ്രമിക്കുന്നെങ്കിൽ അവർ തെറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ മുസ്ലിങ്ങൾ ബോംബ് വെച്ചു എന്ന അഭിപ്രായം എനിക്കില്ല. ഡൽഹിയിൽ ബോംബ് വെച്ചത് മുസ്ലിങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. അഹമ്മദാബാദിൽ ബോംബ് വെച്ചത് മുസ്ലിങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ബാംഗ്ലൂരിൽ ബോംബ് വെച്ചത് മുസ്ലിങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പറഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതൊന്നും യഥാർത്ഥ പ്രതികളാണ് ഞാൻ കരുതുന്നില്ല മക്കളെ. കാരണം ഞാൻ കണ്ടതാ എങ്ങനെയാ കൃത്രിമ കേസുകൾ കെട്ടിയുണ്ടാക്കുന്നത് എന്ന്, എങ്ങനെയാ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുന്നത് എന്ന്. ഒരൊറ്റ മനുഷ്യൻ എനിക്കെതിരെ വന്ന് സാക്ഷി പറയാതിരുന്നിട്ട്, ഒരു കഷണം പേപ്പർ എനിക്കെതിരെ കോടതിയിൽ വരാതിരുന്നിട്ട്, അവസാനം ഞാൻ സുപ്രീം കോടതിയിൽ പോയപ്പോൾ അപ്പോഴും പറഞ്ഞു എനിക്കെതിരെ 30ഓളം സാക്ഷികൾ ഞാൻ ഈ ബോംബ് വെച്ചതിൽ പ്രതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു. മൊത്തം തെളിവുകളും കോടതിയിൽ വന്നതിന് ശേഷം ഞാൻ കണ്ടതാ എത്ര നിരപരാധികളെ കോയമ്പത്തൂർ ജയിലിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടതാ. ഗുജറാത്തിൽ ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ടത് പോട്ടാ തടവുകാരായി 232 പേര് പോട്ടാ തടവുകാരായി ഗുജറാത്തിലെ ജയിലിൽ കിടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട്, ആയിരക്കണക്കിന് ഉമ്മമാര് മാനഭംഗപ്പെടുത്തപ്പെട്ട്, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ എത്തീമീങ്ങളായി. അറിയുമല്ലോ ഗുജറാത്ത് കലാപത്തിന്റെ വേദന. ജയിലിലിരുന്ന് ഞാൻ പൊട്ടി കരഞ്ഞതാ. ഗുജറാത്ത് കലാപത്തിന്റെ വാർത്തകൾ ഒന്നൊന്നായി മാധ്യമം വാരികയിലും പത്രത്തിലും മറ്റു പത്രങ്ങളിലും വായിച്ചിട്ട് പൊട്ടിക്കരഞ്ഞതാ. പടച്ചോനെ, എനിക്കൊന്ന് ഉറക്കെ ഇതിനെതിരെ ശബ്ദിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഈ ജയിലിനകത്ത്